നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരാള് ഒരു ബിസിനസ് തുടങ്ങി അത് വിജയിക്കുന്നത് കണ്ടാല് ഇയാൾക്ക് അത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ എന്ന് കരുതി നമ്മളും അതുപോലെ ഒരു സംരംഭം തുടങ്ങാൻ ശ്രമിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മൾ അതിൽ വിജയിക്കും. കൂടുതൽ സമയത്തും പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ഒരാൾ വിജയിച്ച അതേ വഴി മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കിതിൽ ആദ്യം തുടങ്ങിയ ആള് ഒരു ചെറിയ റെസ്റ്റോറന്റ് ആണ് തുടങ്ങിയെന്ന് കരുതുക. തുടക്കത്തിൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ കുറവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ കഴിഞ്ഞ 10 വർഷമായി ഹോട്ടൽ രംഗത്തുള്ള പരിചയം ഉണ്ടായിരുന്നു. എങ്ങനെ നല്ല രുചിയിൽ ക്ലയന്റിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് സ്കില്ല് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് അദ്ദേഹത്തിന് മാർക്കറ്റിലെ ആളുകളുടെ ഇഷ്ടം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള അനുഭവ സമ്പത്ത് ഉണ്ടായിരുന്നു. ആദ്യം തുടങ്ങിയ ആള് തന്റെ കയ്യിലുള്ള അറിവ്, സ്കില്ല്, അതുപോലെ പരിചയം, അതുപോലെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ലിമിറ്റഡ് സോഴ്സുകൾ എന്നിവയുടെ ഒരുമിച്ചുള്ള ശക്തിയിലാണ് തന്റെ ബിസിനസ്സിൽ വിജയിച്ചു വന്നത്. ഇനി രണ്ടാമത്തെ ആൾ, അദ്ദേഹത്തിനെ കണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയ വ്യക്തിയുടെ കാര്യം എടുക്കാം. അദ്ദേഹത്തിന് ഹോട്ടൽ മേഖലയിലോ റെസ്റ്റോറന്റ് മേഖലയിലോ യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത് എന്റെ കയ്യിൽ കൂടുതൽ പണമുണ്ട്, പണം മുടക്കിയാൽ ഞാനും രക്ഷപ്പെടുമെന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. പക്ഷേ ഹോട്ടൽ രംഗത്ത് ഒരു പരിചയവും ഇല്ലാതെ തുക മുടക്കിയിട്ട് അതേ ബിസിനസ് തുടങ്ങിയ ആളുടെ കയ്യിൽ പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് നോളജും ഇല്ലായിരുന്നു, സ്കില്ലും അനുഭവ സമ്പത്തും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഫലം എന്തായിരുന്നു? ആദ്യത്തെ ആളുടെ റെസ്റ്റോറന്റ് ഹിറ്റായി കഴിഞ്ഞു. രണ്ടാമത്തെ ആളുടെ റെസ്റ്റോറന്റ് വൈകാതെ പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും പോകും. എന്താണ് ഈ വ്യത്യാസത്തിന്റെ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിജയിച്ച ആൾ ആദ്യം മുതൽ തന്നെ തന്റെ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഈ വർഷങ്ങളിലെ സ്കില്ലുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വലിയ തുണയായിട്ട് തന്നെ വന്നു. രണ്ടാമത്തെ ആള് പണം മാത്രം മുടക്കിയാൽ എല്ലാം നേടാമെന്ന് കരുതി അതിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു പരാജയപ്പെടുകയാണ് ചെയ്തത്. ഒരു സംരംഭത്തിന്റെ വിജയം ഒരിക്കലും പണത്തിന്റെ വലുപ്പത്തിലല്ല, അത് നടത്തുന്ന വ്യക്തിയുടെ അറിവിന്റെ ആഴത്തിലാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ വ്യക്തിക്ക് നഷ്ടങ്ങൾ കൈകാര്യം ചെയ്യാനും അതുപോലെ മാർക്കറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയമായി മെച്ചപ്പെടാനും സ്വന്തം സ്കിൽ അദ്ദേഹത്തിനെ വളരെയധികം സഹായിച്ചു. രണ്ടാമത്തെ ആൾക്കാട്ടെ പൈസ പോയതല്ലാതെ ഇവിടെയാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരാളുടെ വിജയം കണ്ട് നമ്മൾക്ക് പ്രചോദനം ഉൾക്കൊള്ളാം തീർച്ചയായിട്ടും, പക്ഷേ അത് അതേപടി കോപ്പി ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഏതൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവോ, അതൊരു ബിസിനസ് ആകട്ടെ, അതൊരു പുതിയ പ്രൊഫഷൻ ആകട്ടെ, അതിനെപ്പറ്റി കൃത്യമായി പഠിക്കുക. ആ മേഖലയെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ആ മേഖലയിൽ മെച്ചപ്പെടാനുള്ള സ്കില്ല് വികസിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്. അതിനാവശ്യമായ കഴിവുകൾ നമ്മൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കണം. പണം മുടക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി ചിന്തിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരാളുടെ വിജയത്തിന്റെ ഫലം മാത്രം നോക്കാതെ ആ വിജയത്തിന് പിന്നിലെ കഠിനാധ്വാനവും അതുപോലെ അറിവും തിരിച്ചറിഞ്ഞ് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം. താങ്ക് യു.